ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കംപ്ലയിൻറ്റ്സ് കുറഞ്ഞ, കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കംപ്ലയിൻറ്റ്സ് ഒരു നല്ല ശതമാനം കുറവുള്ള സ്വിച്ചുകൾ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. അത് എക്കണോമിക്കലായിരിക്കണം, ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും വരാൻ പാടില്ലാത്ത സ്വിച്ച് വേണമെന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിച്ചതിന് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അത്യാവശ്യം ഒരു 90% വരെ കംപ്ലയിൻറ്റ്സ് കുറഞ്ഞൊരു സ്വിച്ചാണ്. നമ്മൾ ഇത്രയും ഏകദേശം 10-12 വർഷമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ തന്നെയും വളരെ കംപ്ലയിൻറ്റ് കുറവാണ്. മറ്റ് സ്വിച്ചുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ കംപ്ലയിൻറ്റ് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ മാത്രമല്ല, നമുക്ക് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഉള്ളിലേക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ ബോക്സ് കാര്യങ്ങളൊക്കെ കുറച്ച് പുറത്ത് വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇതിൻ്റെ പ്ലേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എല്ലാം കൊണ്ട് നല്ലൊരു യോജിച്ച രീതിയിലുള്ള ബോർഡാണ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബെൽ സ്വിച്ചാണ് വരുന്നത്. 4 മോഡുകളുടെ ബെൽ സ്വിച്ചാണ് ഈ വരുന്നത്. അത് 2 2-വേ സ്വിച്ചും പിന്നെ അതുപോലെ തന്നെ ബെൽ സ്വിച്ചുമാണ് നമ്മൾ ഈ കാണുന്നത്. അത് നമ്മൾ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബെൽ സ്വിച്ചിൻ്റെ മോഡുകളാണ് വരുന്നത്. ഇതിൻ്റെ ഔട്ടർ കവർ ഇട്ടതിന് ശേഷമാണ്, അതായത് 2 കവറുകളാണ്, ഡ്യുവൽ ടൈപ്പ് 2 കവറാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് അതിൻ്റെ ഉള്ളിൽ വരുന്ന കവറുണ്ട്, അതിലാണ് നമ്മൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ ഏറ്റവും ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിലിടുന്ന കവറാണ് ഈ കാണുന്നത്. അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനത്തെ കവറാണ് വരുന്നത്. വൈറ്റ് കവറാണ് വരുന്നത്. അത്യാവശ്യം ഗ്ലേസിങ് കാര്യങ്ങൾ, അതായത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെയുള്ള കവറാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നത് 18 മോഡുകളുടെ ബോക്സാണ്. 18 മോഡുകൾ എന്ന് വെച്ചാൽ 18 സ്വിച്ച് നമുക്ക് കൊടുക്കാം എന്നുള്ള ബോക്സാണ് വന്നത്. 18 മോഡുകൾ, 12 മോഡുകൾ, 16 മോഡുകൾ, 8 മോഡുകൾ, 6 മോഡുകൾ, അതുപോലെ തന്നെ 4 മോഡുകൾ, 3 മോഡുകൾ, 2 മോഡുകൾ. ഒരു മോഡുകൾ സാധാരണ നമ്മൾ 2 മോഡുകളിൽ തന്നെയാണ് സാധാരണ കൊടുക്കുന്നത്. നമ്മൾ ബോക്സ് സെയിം ആയിട്ട് വയ്ക്കും. നമ്മളതിൻ്റെ ഷീറ്റ് മാത്രം ഒരു മോഡുകൾ എന്ന് പറയും സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കും. പിന്നെ റെഗുലേറ്റർ കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ റെഗുലേറ്ററാണ് ഈ കാണുന്ന 2 പിന്നെ അതിൻ്റെ താഴെ DP സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ സ്വിച്ചുകൾ 1-വേ സ്വിച്ച് ഉണ്ട്, 2-വേ സ്വിച്ച് ഉണ്ട്. 2-വേ സ്വിച്ച് കറക്റ്റായിട്ട് അതിൽ 2 ഡോട്ട് മാർക്ക് ചെയ്തതിനാണ്ടോ, അത് 2-വേ സ്വിച്ചാണ് വരുന്നത്. പിന്നെ കാണുന്നതെല്ലാം 1-വേ സ്വിച്ചാണ് വരുന്നത്. പിന്നെ പ്ലഗ് സോക്കറ്റ് വരുന്നുണ്ട്. പ്ലഗ് സോക്കറ്റ് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻ്റർനാഷണൽ സോക്കറ്റുകൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ലോകത്തിലുള്ള എവിടെ നിന്നുള്ള നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ എന്ത് പ്രോഡക്ട്സ് കുത്താൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ സോക്കറ്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2-വേ സ്വിച്ചുകൾ, ആംബിയർ കൂടിയ സ്വിച്ചുകൾ, പവർ സ്വിച്ചുകൾ, എല്ലാ മോഡൽ സ്വിച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഭിത്തിയോട് ചേർന്ന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഭിത്തിയോട് ചേർന്ന് നീറ്റായിട്ട് വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളും, എന്നാൽ സ്വിച്ച് ഇടുന്ന സമയത്ത് ഓവറായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റിലാണെങ്കിൽ ലോക്ക് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും മെറ്റലിൻ്റെയോ എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ഇടാതിരിക്കാനായിട്ട് അതിൽ ലോക്ക് കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും ടോപ്പിലുള്ള ആ എർത്ത് പിന്ന് ജസ്റ്റ് മുകളിലേക്ക് പൊങ്ങിയാൽ മാത്രമേ നമുക്ക് ഫേസ് ന്യൂട്രൻ്റെയും ആ പോയിൻറ്റുകൾ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അതുപോലത്തെ ലോക്കും കൂടിയുണ്ട്. അപ്പോൾ ലോക്ക് ഉള്ള ടൈപ്പ് തന്നെയാണ് പ്ലഗ് സോക്കറ്റിൽ വരുന്നത്. പിന്നെ ഇത് നമ്മൾ പരിചയപ്പെടുന്നത് 12 മോഡുകളുണ്ട്. അതായത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട 18 മോഡുകളുണ്ട്, ഇത് 12 മോഡുകളുണ്ട്. അതായത് 12 മോഡുകൾ എന്ന് വെച്ചാൽ 12 സ്വിച്ച്. ഒരു റെഗുലേറ്റർ വരുന്ന സമയത്ത് 2 മോഡുകളായിട്ട് കൂട്ടും. ഒരു പ്ലഗ് സോക്കറ്റ് വരുന്ന സമയത്ത് 2 മോഡുകളായിട്ട് കൂട്ടും. ഓരോ 1-വേ സ്വിച്ചുകളും ഓരോ മോഡുകളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെയും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൻ്റെയും മോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട്, അതായത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുമാത്രമല്ല, എല്ലാ ഷോപ്പുകളിലും ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.